ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശമെന്ന വചന പരമ്പരയിൽ ഒരു പ്രാവശ്യവും കൂടെ കടന്നു വരുവാൻ കൃപാലുവായ ദൈവം അനുവദിച്ചതായ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടി സംസാരിക്കുവാൻ ദൈവം തന്ന ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവെന്ന വിഷയത്തെ ആസ്പദമാക്കി നാം അല്പമായി ചിന്തിച്ചു. ഇന്ന് നാം സുവിശേഷം എന്ന പരമ്പരയിൽ സ്തോത്രം മത്തായി സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 3-ാം വാക്യം നാം ഇന്ന് വായിച്ചുകൊണ്ട് സ്തോത്രം നാം ഇന്ന് അല്പമായി ഈ വാട്സാപ്പിലൂടെ, യൂട്യൂബിലൂടെ, സ്തോത്രം ഫേസ്ബുക്കിലൊക്കെയുടെ നാം സംസാരിക്കുന്നു. സ്തോത്രം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കുഞ്ഞുകുട്ടിയെപ്പോലെ, ഒന്നും അറിയാത്തവനെ പോലെ നിഷ്കളങ്കമായി താഴ്ന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനകളെ നമുക്ക് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇവിടെ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നാം വായിക്കുന്നു. ഇങ്ങനെയാണ് സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം നമുക്കൊരുമിച്ച് നമുക്കത് ചിന്തിക്കാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച്, സ്തോത്രം യേശുവിനെ കുറിച്ചും നാം ഈ പ്രവചനവാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായി തിരുവചനത്തിലൂടെ, പ്രവാചകന്മാരിലൂടെ ആത്മാവ് കർത്താവ് സംസാരിച്ചു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശ പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ യെശയ്യാ പ്രവചനം അതിൻ്റെ 40-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ സത്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. യോഹന്നാൻ എന്ന സ്നാപകൻ എന്നതായ ദൈവത്തിൻ്റെ ദാസനിലൂടെ ദാസൻ്റെ ശുശ്രൂഷയെപ്പറ്റിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ശുശ്രൂഷയെപ്പറ്റിയും സ്തോത്രം നമുക്ക് ഒരു ചിത്രം തരികയാണ്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തിരുവചനത്തിൽ യെശയ്യാ പ്രവചനൻ്റെ പുസ്തകം അത് 40-ാം അധ്യായത്തിൻ്റെ 3 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. സ്തോത്രം. അതുകൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ നാം കാണുന്നു. സ്നാപക യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയാണ് വഴിയൊരുക്കുന്നത് എങ്കിൽ, അവൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞത് എങ്കിൽ, പഴയ നിയമത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് യഹോവയ്ക്കാണ് വഴിയൊരുക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പറയുകയാണ് അവിടെ. സ്തോത്രശയ പ്രവചൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സ്തോത്രം. യഹോവയായ കർത്താവ് ബലാശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, പിന്നെയും ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും
കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർബിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും യോഹന്നാൻ സ്നാപകനെ കുറിച്ചും എഴുതിയിരിക്കുന്ന പ്രവചനം ആണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. സ്തോത്രം. അവിടെ പറയുന്നു, യഹോവയ്ക്കാണ് വഴിയൊരുക്കുന്നത്. സ്തോത്രം. എന്ന് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, സ്തോത്രം, നമ്മുടെ ദൈവത്തിനാണ്, സ്തോത്രം, വഴിയൊരുക്കുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് പറയണ, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. കർത്താവായ യേശു ക്രിസ്തു, സ്തോത്രം, ഹല്ലേലൂയ, സ്നാപക യോഹന്നാന് ശേഷമായി വരുന്നതിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുന്നതായ ഭാഗത്തെ, സ്തോത്രം, വിലയിരുത്തിക്കൊണ്ടാണ് ഈ തിരുവചനം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്, സംസാരിക്കുന്നത്. ഇത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾക്ക് വിധേയപ്പെട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിവർത്തിയാണ് ഈ, സ്തോത്രം, ഹല്ലേലൂയ, തിരുവെഴുത്ത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം, സ്തോത്രം. അതുപോലെ മർക്കോസ് സുവിശേഷം അതിൻ്റെ, സ്തോത്രം, 1-ാം അധ്യായത്തിൻ്റെ, മർക്കോസ് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണാൻ കഴിയും. മർക്കോസ് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ, സ്തോത്രം, 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ 2 മുതൽ വായിക്കുമ്പോൾ, ഞാൻ നിനക്ക് മുൻപായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു, മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. യേശുക്രിസ്തുവിന് മുൻപായിട്ടുള്ള വഴിയൊരുക്കുന്നതായ സ്നാപക യോഹന്നാനെ കുറിച്ച്, സ്തോത്രം, നാം ഇവിടെ വായിക്കുകയാണ്. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ഈ കാര്യം വെളിപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ, സ്തോത്രം, 4 മുതൽ 6 വരെ ഉള്ള വാക്യങ്ങൾ, സ്തോത്രം, ഇങ്ങനെയാണ്. അത് 3 മുതൽ വായിക്കുമ്പോൾ, സ്തോത്രം, മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞ ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണുമെന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. അതിനാൽ ഈ തിരുവെഴുത്തുകളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും, സ്തോത്രം, അതിനു മുൻപായി വരുന്ന യോഹന്നാൻ സ്നാപകൻ്റെ, സ്തോത്രം, വഴിയൊരുക്കുന്നതിനെക്കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയും. മലാക്കി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഇവിടെ വായിച്ചതായ കാര്യത്തിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം, ഇവിടെ നമ്മൾ
വായിക്കുന്നു, കർത്താവിന് ഒരു വഴിയൊരുക്കുവിൻ എന്നാണ്. സ്തോത്രം. കർത്താവിന് ഒരു വഴിയൊരുക്കുവിൻ. സ്തോത്രം. പഴയ നിയമത്തിൽ നാം വായിച്ചു, അത് യഹോവയായ ദൈവം ആകുന്നു എന്ന് നാം വായിക്കുകയുണ്ടായി. ഇവിടെ പുതിയ നിയമത്തിൽ ഈ പ്രവചനം നമ്മളോട് സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന കർത്താവിന് ഒരു വഴിയൊരുക്കുവാനാണ്. പഴയ നിയമത്തിൽ നാം വായിക്കുന്നത് സ്തോത്രം, അത് സ്തോത്രം യഹോവയ്ക്കാകുന്നു എന്നാണ്. എന്നാൽ ഇവിടെ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അത്രേ. ഇപ്പോൾ പഴയ നിയമ തിരുവഴുത്തിൻ്റെ നിവൃത്തിയായി യഹോവയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന് തിരുവചനത്തിൽ പറയുമ്പോൾ സ്തോത്രം, അത് വഴിയൊരുക്കുന്നത് യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് പറയണം, നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി, അത് നമ്മുടെ ദൈവമാണ്. കർത്താവ് എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവം യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അപ്പം ദൈവമെന്ന് പറഞ്ഞാൽ, യഹോവയെന്ന് പറഞ്ഞാൽ സ്തോത്രം, കർത്താവെന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദൈവമത്രേ എന്നുള്ള കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, യഹോവയായ ദൈവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവായി ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യത്തെ ഹല്ലേലൂയ കാണിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെട്ടത്. സ്തോത്രം. മർക്കോസ് സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 28, 29 വാക്യങ്ങളിൽ, എല്ലാറ്റിനും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ദൈവം തന്നെയാണ് കർത്താവ് എന്ന്, ദൈവത്തെയാണ് കർത്താവെന്ന് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, കർത്താവെന്ന് പഴയ നിയമത്തിൽ ദൈവത്തെ സംബോധന ചെയ്തതായി സങ്കീർത്തന പുസ്തകങ്ങൾ, പ്രവാചക പുസ്തകങ്ങളിലൊക്കെയും നമുക്ക് കർത്താവെന്നുള്ള പദം നമുക്ക് കാണുവാൻ കഴിയും. കർത്താവെന്നാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7000-ഓളം പ്രാവശ്യത്തോളം ഹല്ലേലൂയ കർത്താവ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അപ്പം നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അത് ശരിയായി നാം പഠിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് സംബോധന ചെയ്തിരിക്കുന്നു. മർക്കോസ് സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 35, 36 വായിക്കുമ്പോൾ, ദാവീദ് പരിശുദ്ധാത്മാവിൽ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നു. ഇപ്പം പരിശുദ്ധാത്മാവ് ദാവീദിൽ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ അവരെ വെളിപ്പെടുത്തി അവരിലൂടെ സംസാരിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ദാവീദ് പരിശുദ്ധാത്മാവിൽ യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നത് ഞാൻ ദാവീദിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? സ്തോത്രം. അപ്പോൾ ദാവീദ് യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൽ കർത്താവെന്ന് വിളിച്ചു. സ്തോത്രം. യഹോവയായ ദൈവത്തെ സങ്കീർത്തനക്കാരൻ കർത്താവെന്ന് സംബോധന ചെയ്യും. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന ദൈവമായ യഹോവയായ കർത്താവ് തന്നെയാണ് സ്തോത്രം പുതിയ നിയമത്തിൽ മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഈ ഭൂമിയിൽ ജാതം ചെയ്തത് എന്നുള്ള സത്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. കർത്താവേ എന്ന് എത്ര പേരാണ് സംബോധന ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
യോവേൽ പ്രവാചകൻ്റെ അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 32 അപ്പോസ്തല പ്രവൃത്തി 2:29 വായിക്കുമ്പോൾ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്ന് യോവേൽ പ്രവാചകൻ പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 21 വായിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. പഴയ നിയമത്തിൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ഉള്ള തിരുവഴുത്ത്, ആ തിരുവഴുത്തിൻ്റെ നിവർത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 21 സംഭവിക്കുന്നത്. അവിടെ പറയുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെ യോവേൽ പ്രവാചകനിൽ ഈ തിരുവഴുത്തിൻ്റെ നിവർത്തി എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. പഴയ നിയമത്തിൽ ദൈവത്തെ യഹോവ അല്ലെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ, ദാവീദ് പുതിയ നിയമത്തിൽ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും കർത്താവ് എന്ന് വിളിക്കുന്നു. മോശ പുറപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മോശയെ കർത്താവെന്ന് വിളിക്കുന്നു. ഇങ്ങനെ നാം വായിച്ചാൽ ലേഖനം 1:10 സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ സങ്കീർത്തന പുസ്തകം 102:25 ചേർത്ത് വായിക്കുള്ളൂ, കർത്താവേ നീ പൂർവ്വകാലങ്ങൾക്ക് അടിസ്ഥാനമിട്ടു. അപ്പോൾ ഹല്ലേലൂയ, കർത്താവാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ് കർത്താവേ എന്ന് വിളിച്ചു. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വായിക്കുമ്പോൾ 4-ാം യാമത്തിൽ കർത്താവ് കടലിൽ നടന്ന് ഭൂതമെന്ന് പേടിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു. കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണമെന്ന് സ്തോത്ര പത്രോസ് പറയുകയുണ്ടായി. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പത്രോസ്, കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ജനങ്ങൾ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വായിക്കുമ്പോൾ, ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തു. ഇനി കനാന്യ സ്ത്രീ മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 22 വായിക്കുന്നു, സ്തോത്രം, കർത്താവേ ദാവീദ് പുത്ര എന്ന് അവിടെ സ്തോത്രം വിളിക്കുകയാണ്. സ്തോത്രം, ശിഷ്യന്മാർ വിളിക്കുകയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23, 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെയും നമുക്ക് കർത്താവ് വിളിക്കുന്നത് കാണാം. കുഷ്ഠരോഗി മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ, കർത്താവേ നിനക്ക് മനസ്സുദ്ധങ്ങളിൽ ശുദ്ധമാക്കുവാൻ കഴിയും. ശതാധിപൻ സ്തോത്രം വിളിക്കുന്നത് നമുക്ക് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന് 5 മുതൽ 8 വരെയും വായിക്കുമ്പോൾ കർത്താവേ എന്ന് വിളിക്കുന്നത് കാണാം. സ്തോത്രം, 2 കുരുടന്മാർ, കന്യകമാർ, 5 കന്യകന്മാർ, കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ. മർക്കോസ് 12:29-30 മുഖ്യകൽപ്പന ഏക കർത്താവ് എന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദ് മർക്കോസ് 12:36-37 കർത്താവേ നെ പരിശുദ്ധാത്മാവിൽ യേശു ക്രിസ്തുവിനെ ദാവീദ് കർത്താവേ എന്ന്. സ്തോത്രം, ഓരോ സുവിശേഷങ്ങളും ലേഖനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഫിലിപ്പോസ് കർത്താവേ എന്ന് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. തോമസ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും കർത്താവേ എന്ന് വിളിക്കുന്നു. ഭൂതഗ്രസ്തർ മർക്കോസ് 5 ചാപ്റ്ററിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കർത്താവേ എന്ന് സംബോധന ചെയ്യാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20 കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല എന്ന്. സ്തോത്രം, അവിടെ പറയുകയാണ്. 2 കൊരിന്ത്യർ 3-ന്റെ സ്തോത്രം 17-18 അല്ല 14 വായിക്കുമ്പോൾ കർത്താവ് ആത്മാവാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം ദൈവം ആത്മാവാകുന്നു. സ്തോത്രം, 100 കണക്കിന് വാക്യങ്ങൾ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ സ്തോത്രം, അതുകൊണ്ട് ആദ്യ വചനങ്ങൾ വിട്ട് സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും വരുന്നതിന് മുൻപ് ജനനം തൊട്ട് മരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുള്ളതായ സ്തോത്രം, ഹല്ലേലൂയ, ആ വിളിയും പേരുമെല്ലാം നാം ശരിയായി മനസ്സിലാക്കുമ്പോൾ
ഇതെല്ലാം ആദ്യ വചനങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന ശേഷം അപ്പോസ്തോലന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതിന് ശേഷം, ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തെ വെളിപ്പെടുത്തിയത് ശേഷം, അവർക്ക് ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വെളിപ്പെടാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അതുമുതൽ സ്തോത്രം നമുക്ക് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം, ഈ യേശു തന്നെയാണ് കർത്താവ്, യേശു തന്നെയാണ് ഈ സത്യദൈവം, യേശു തന്നെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടതായ, വെളിപ്പെട്ടതായ സ്തോത്രം, പഴയ നിയമത്തിൽ കാണുന്നതായ സ്തോത്രം, ദൈവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന്. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വെളിപ്പെട്ട ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ലോകമുണ്ടാകുന്നതിന് മുൻപേ അവനുണ്ടായിരുന്നുവെന്നും ഒക്കെയും അവൻ മുഖാന്തരം സകലതും ഉളവായി എന്നും അവനെ കൂടാതെയൊന്നും ഉളവായിട്ടില്ല എന്നും സ്തോത്രം, അവൻ മുഖാന്തരം അവനായും എന്നൊക്കെയും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഹല്ലേലൂയ പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ട ദൈവമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവം ഒരുവനല്ലോ, ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ഉണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തുവിനെ ശരിയായി തിരിച്ചറിയുക എന്നതാണ്. അതുകൊണ്ട് യഹോവയ്ക്ക് വഴിയൊരുക്കി യോഹന്നാൻ സ്നാപകൻ. എന്നാൽ നിൽക്കുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ മുൻപിൽ അല്ലെങ്കിൽ പിറകിൽ സ്തോത്രം നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. അതുകൊണ്ട് പഴയ നിയമത്തിൽ യഹോവ എന്ന കർത്താവും പുതിയ നിയമത്തിൽ യേശു എന്ന് പറയുന്ന ആ നാമത്തിൽ വെളിപ്പെട്ട കർത്താവും ഒരു കർത്താവ് തന്നെയാണ്. അവൻ ഏക കർത്താവാണ്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. പ്രിയരെ, അതുകൊണ്ട് യഹോവയ്ക്കൊരു വഴിയൊരുക്കുവിൻ എന്ന് ആ തിരുവഴുത്ത് ഹല്ലേലൂയ നിവർത്തീകരിക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. അതുകൊണ്ട് പിതാവും പുത്രനും ആത്മാവും ഒന്നാകുന്നു. സ്തോത്രം. അത് ഹല്ലേലൂയ സ്തോത്രം. ഒരു ദൈവമല്ല, ഒരു ദൈവങ്ങളിലൊരു ദൈവമല്ല, എന്നാൽ ഏകസത്യ ദൈവം തന്നെ. സ്തോത്രം. ഈ സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നു, യഹോവയെയും കർത്താവ് എന്ന് പറയുന്നു. പിതാവായ ദൈവമായ കർത്താവിനെ യഹോവയെന്ന് വിളിക്കുന്നു, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നു. യശയ്യാപ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവലാണ്. സ്തോത്രം. അവൻ ഹല്ലേലൂയ നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്, അവൻ വീരനാ ദൈവമാണ്. ഹല്ലേലൂയ, അവൻ നിത്യരാജാവാണ്. സ്തോത്രം. പ്രിയരെ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ യഹോവയായ ദൈവം തന്നെ മാനവജാതിയുടെ രക്ഷയ്ക്കായി ഹല്ലേലൂയ വേഷത്തിൽ മനുഷ്യനായി ഒരു നാമം സ്വീകരിച്ചു. അത് യേശുവെന്നാകുന്നു. ആ യേശുവെന്ന ദൈവം തന്നെയാണ് യഹോവയായ ദൈവം. സ്തോത്രം. ഈ സത്യമാണ് നമുക്ക് യഹോവ ഏകൻ തന്നെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയരെ, ഹല്ലേലൂയ, ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളതായ ആ മർമ്മം അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇന്ന് നാം ചിന്തിച്ചത്
ഇത്രയുമാണ് യഹോവയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്നു. സ്തോത്രം. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു, കർത്താവിന് ഒരു വഴിയൊരുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യെശയ്യാപ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തിരുവെഴുത്ത് നിവർത്തീകരിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കിയത് യഹോവയായ ദൈവത്തിനാണ്. ആ ദൈവം യേശുക്രിസ്തു ആകുന്നു എന്നുള്ള സത്യമാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാനും പിതാവും ഒന്നാണ്. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 26-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ശരിയാവുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 27-28 വാക്യങ്ങളിൽ നമുക്ക് അത് വ്യക്തമായി കാണാൻ കഴിയും. ഇങ്ങനെയാണ് പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞതെന്നവർ ഗ്രഹിച്ചില്ല. നമുക്ക് മുൻ ഹല്ലേലൂയ അധ്യായങ്ങൾ 1-ാം അധ്യായം തൊട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമാകുന്നു എന്ന്. സ്തോത്രം. വചനം ഒരു ദൈവമല്ല, വചനം ദൈവമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ഇവിടെ പറയുന്നു, പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് എന്ന് പറയുകയുണ്ടായി. സ്തോത്രം. അതുകൊണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രവചനം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് യഹോവയായ ദൈവം, അല്ലെങ്കിൽ യഹോവയായ ദൈവം തന്നെയാണ് ജഡമെടുത്തതായ കർത്താവായ യേശുക്രിസ്തു എന്നുള്ള സത്യം നാം ഗ്രഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സത്യത്തിലേക്ക് നാം, സ്തോത്രം, ഹല്ലേലൂയ, നാം സത്യത്തിൽ തന്നെ നിലനിൽക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയുള്ളൂ. സത്യമറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ, ഹല്ലേലൂയ, നിത്യത കാണുവാൻ കഴിയുകയില്ല. ഇതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. കർത്താവായ ദൈവത്തിൻ്റെ നാമം തന്നെയാണ് യേശുക്രിസ്തു എന്നുള്ള നാമമെന്നുള്ള ഈ സത്യത്തെ അറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ദൈവം ഈ സത്യത്തിലേക്ക് നയിക്കട്ടെ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. ഇതിലൂടെ നിത്യജീവൻ പ്രാപിപ്പാൻ നമ്മളെ ദൈവം ഈ വചനങ്ങൾ കൊണ്ട് സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ.